വിവാദങ്ങൾക്ക് വിരാമം. പത്മഭൂഷൺ ഒടുവിൽ മലയാളത്തിൻ്റെ മഹാനടൻ്റെ കൈകളിലേക്ക്. മലയാളികളുടെ ആ സ്വപ്നവും നടന്നു. ഒടുവിൽ ആ വിവാദത്തിനും വിരാമമായിരിക്കുന്നു. മലയാളത്തിൻ്റെ മഹാനടന് പത്മഭൂഷൺ പുരസ്കാരം. എല്ലാ അർത്ഥത്തിലും പൂർണ്ണയോഗ്യതയുണ്ടായിട്ടും ചലച്ചിത്ര ബാഹ്യമായ പരിഗണനകളുടെ പേരിൽ മമ്മൂട്ടിക്ക് ഈ പരമോന്നത ബഹുമതി നിഷേധിക്കുന്നു എന്ന വിവാദം പുകയാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി. സമകാലികനായ മോഹൻലാലിന് പത്മഭൂഷണും ഫാൽക്കെ അവാർഡും ലഭിച്ചിട്ടും മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന ചോദ്യം നിഷ്പക്ഷമതികൾക്കിടയിൽ നിന്ന് ഉയർന്നിരുന്നു. ഇനി അത്തരം വേവലാതികൾക്ക് സ്ഥാനമില്ല. ഈ റിപ്പബ്ലിക് ദിനം മുതൽ മലയാളത്തിൻ്റെ മമ്മൂക്ക പത്മഭൂഷൺ മമ്മൂട്ടി എന്നറിയപ്പെടും. വൈവിധ്യപൂർണമായ കഥാപാത്രങ്ങളിലൂടെ കഴിഞ്ഞ അരനൂറ്റാണ്ടായി രാജ്യത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടിയുടെ കരിയറിൽ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത അനവധി സവിശേഷതകളുണ്ട്. രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറുടെ ജീവിതം സിനിമയായപ്പോൾ ആ കഥാപാത്രത്തിലേക്ക് മറ്റൊരു പേരും കടന്നു വന്നില്ല. ചരിത്ര കഥാപാത്രമായ പഴശ്ശിരാജ, വടക്കൻ പാട്ട് കഥകൾക്ക് നവവ്യാഖ്യാനം ചമച്ച ഒരു വടക്കൻ വീരഗാഥ, സത്യജിത് റേ പോലും വാഴ്ത്തിയ ന്യൂഡൽഹിയിലെ GK, പട്ടാള കഥകളിലെ എക്കാലത്തെയും മികച്ച പ്രകടനത്തിൻ്റെ പേരിൽ ചർച്ച ചെയ്യപ്പെട്ട സൈന്യം, നായർ സാബ്, തീവ്ര വൈകാരികത നിറഞ്ഞ ഭാവാഭിനയത്തിൻ്റെ പേരിൽ വാഴ്ത്തുപാട്ടുകൾ നേടിയ തനിയാവർത്തനം, അമരം എന്നുവേണ്ട മമ്മൂട്ടിയുടെ സിനിമായാത്ര സമാനതകളില്ലാത്തതാണ്. ബോൺ ആക്ടർ അല്ല താനെന്നും ആഗ്രഹ നടനാണെന്നും സ്വയം തുറന്നടിച്ച ആർജവത്തിന് ഉടമയാണ് മമ്മൂട്ടി. പക്ഷേ മമ്മൂട്ടി ഒരിടത്തും തോറ്റില്ല, പതറിയില്ല. ഹാസ്യം മമ്മൂട്ടിക്ക് വഴങ്ങില്ലെന്ന് പരിഹസിച്ചവർ കോട്ടയം കുഞ്ഞച്ചനും രാജമാണിക്യവും പ്രാഞ്ചിയേട്ടനും കണ്ട് കണ്ണു തള്ളി. അഭിനയസിദ്ധിയില്ലാത്ത ഒരാൾക്കും ഇങ്ങനെയുള്ള പകർനാട്ടങ്ങൾ സാധ്യമാവുകയില്ല. സ്വയം നവീകരിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെടുത്താമെന്ന് മാത്രം. പൗരുഷവും ഗാംഭീര്യവുമുള്ള കഥാപാത്രങ്ങൾക്ക് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ റഫറൻസ് ഒരു കാലത്ത് സത്യൻ മാഷും ജെയിനുമായിരുന്നെങ്കിൽ മമ്മൂട്ടി ഇതിന് മറ്റൊരു തലം സമ്മാനിച്ചു. ആവനാഴിയും ഇൻസ്പെക്ടർ ബലറാമും അടക്കമുള്ള വേഷങ്ങളിലൂടെ റഫ് ആൻഡ് ടഫ് പോലീസ് കഥാപാത്രങ്ങൾക്ക് പുതിയ മുഖം നൽകിയ അതേ മമ്മൂട്ടി CBI ഡയറിക്കുറിപ്പിൽ പരമസാത്വികനായ സേതുരാമയ്യരെ മറ്റൊരു വിധാനത്തിൽ അവതരിപ്പിച്ചു. അങ്ങനെ വ്യത്യസ്തമായ എത്രയെത്ര വേഷങ്ങൾ. അതാണ് മമ്മൂട്ടി.